അൺബോക്സിംഗ് എന്തെന്ന് കാണിച്ചു തരാം. ഡ്രോൺ ആണ് അൺബോക്സിംഗ് ചെയ്യാൻ പോണത്. കുറെ ദിവസത്തെ ആഗ്രഹമാണ് നമുക്ക് ഡ്രോൺ അൺബോക്സ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു മാറ്റം കാണാൻ ഞാൻ ഇപ്പൊ മുടി വെട്ടി കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക കേട്ടോ. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രോൺ. ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ Hx750 ഡ്രോൺ ആണ്. അപ്പൊ Hx750 ഡ്രോൺ 6 ചാനൽ റിമോട്ട് കൺട്രോൾ ക്വാഡ്കോപ്റ്റർ ആണ്. അപ്പം എന്തായാലും നമുക്കിവിടെ 14 ഏജസ് വരെ കളിക്കാം. പിന്നെ 14 വയസ്സ് വരെ കളിക്കാന്നാണ്. പിന്നെ ഇവിടെ ഹെഡ്ലെസ് മോഡ് ഉണ്ട്, 1 കീ റിട്ടേണും ഉണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഈ 2 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ് കിട്ടും, ബ്ലാക്കും കിട്ടും. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് ആയിട്ട് നമ്മളത് ചെയ്തു. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡ്യൂറബിൾ മെറ്റീരിയൽ മെയ്ഡ് 2.4G HZ ടെക്നോളജി ആൻഡ് വിൻഡ് മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. റെസിസ്റ്റൻസ് ലാർജ് ഫ്രീക്വൻസി റിസീവ് 360 ഡിഗ്രി കേട്ടോ. അതായത് 360 ഡിഗ്രി അൺലിമിറ്റഡ് എവർഷൻ 6 ചാനൽ 6 ആക്സിസ് ഗൈറോസ്കോപ്പ് ന്യൂ ജനറേഷൻ UFO എക്സ്പ്ലോർ. അതായത് 6 ചാനൽ ആൾട്ടിറ്റ്യൂഡ് മോഡൊക്കെ നല്ലവണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ. 360 ഡിഗ്രി ഫ്ലിപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ സ്റ്റണ്ടൊക്കെ നമുക്ക് ഈ ഡ്രോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് ഭാഗത്തിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹെഡ്ലെസ് മോഡ് 1 കീ റിട്ടേൺ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 360 ഡിഗ്രി അൺലിമിറ്റഡ് എവർഷൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. 1 കീ റിട്ടേൺ ഉണ്ട്, ഹെഡ്ലെസ് മോഡ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഇവിടെ റിമോട്ട് കാണുന്നുണ്ട്. അപ്പോൾ റിമോട്ടിൻ്റെ ഡീറ്റെയിൽസ് അല്ലേ എബി പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ ത്രോട്ടിൽ കേട്ടോ, 2 ത്രോട്ടിൽ വരുന്നുണ്ട്. ഇത് സെൻറ്റർ നിൽക്കും, ഇത് സെൻറ്റർ നിൽക്കില്ല കേട്ടോ ഗൈസ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇത് റൊട്ടേറ്റ് ചെയ്യാനും, ഇത് ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാനും, റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാനും, ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, ഫോർവേഡ് ബാക്ക്വേർഡ് ടേൺ ലെഫ്റ്റ് ടേൺ റൈറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹെഡ്ലെസ് മോഡ്, 1 കീ റിട്ടേൺ, ക്യാമറ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കുറെ സംശയം ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ഡൂപ്പ് ക്യാമറയാണ്, പക്ഷെ അത് ക്യാമറ അല്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിൽ ക്യാമറ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ ക്യാമറ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ട്രിം ഉണ്ട്, റൈറ്റ് ട്രിം ഉണ്ട്, ഫോർവേഡ് ബാക്ക്വേർഡ് ട്രിം ഉണ്ട്. ഇത് രണ്ടുമാണ് ഫോർവേഡ് ബാക്ക്വേർഡ്. ഇത് റൈറ്റും ഇത് ലെഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഓൺ ബട്ടൺ. നമുക്ക് ഇതിൽ കൂടെ അവർ ബാറ്ററി തരില്ല, നമുക്ക് എക്സ്ട്രാ ബാറ്ററി വാങ്ങണം. നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം ഇതെന്ന് പറയുക സ്പീഡ് കൺട്രോളറാണ്. അപ്പം ഇവിടെ സ്പീഡ് കൺട്രോൾ, ഇവിടെ ഫ്ലിപ്പ് ആണ് കേട്ടോ. ഇത് പുതുക്കിയിട്ട് സൈഡിലോട്ടാക്കി നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതിന്റെ ലിങ്കും ഞാൻ കൊടുത്തിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുവഴി കയറി പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ ബോക്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം. എക്സ്ട്രാ 2 ലീഫും വരുന്നുണ്ട്, ഒരു ബാറ്ററി വരുന്നുണ്ട്, പിന്നെ ഒരു ചാർജറും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏത് USB പോർട്ടിൽ കൊടുത്താലും നമുക്ക് ചാർജ് തരാം. നമുക്ക് ആ രീതിയിൽ നമുക്കൊന്ന് ബാറ്ററി ഊരിയെടുക്കാം. ബാറ്ററി എത്ര mAh-ൻ്റെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എല്ലാം നമുക്ക് ആദ്യം പുറത്തോട്ടെടുക്കാം. അപ്പോൾ ഇതാണ് എക്സ്ട്രാ 2 ലീഫും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്ട്രാ 2 പ്രൊപ്പല്ലർ. ഇത് നമ്മൾ പ്രൊപ്പല്ലർ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ A-B ഉണ്ട് കേട്ടോ. A സെക്ഷൻ ഉണ്ട്, B സെക്ഷൻ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നവരായിരിക്കും. പിന്നെ 3.7 വാൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് ഓക്കെ കണ്ടോ, 3.7 വാൾട്ടിൻ്റെ ബാറ്ററി 220 mAh-ൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബാറ്ററി നമുക്ക് പിന്നെ ഇവിടെ ചാർജ് ചെയ്യാവുന്നതാണ്. കണ്ടോ ഇവിടെ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു റെഡ് ഇൻഡിക്കേറ്റർ കത്തും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. ഇത് 5 വോൾട്ട് 2 ആംപിയറിൻ്റെ ഇതാ. പിന്നെ ചാർജ് ഫുൾ ആകുമ്പോഴേ ഇത് ഓട്ടോമാറ്റിക് തന്നെ ലൈറ്റ് അങ്ങ് ഓഫ് ആവും. അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ പിന്നെ ഇതിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ കിട്ടുന്നുണ്ട്. അപ്പം ഇതിലൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, എല്ലാം കാണിച്ചു കൊടുക്കും. അപ്പം ഗൈസ് അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഡ്രോൺ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മളെ Hx750 ഡ്രോണ്. അപ്പോൾ ഇത് ചിലവരൊക്കെ വാങ്ങിച്ചതായിരിക്കും. നല്ല അടിപൊളി, നല്ല ഗുഡ് ക്വാളിറ്റി, നല്ല സ്റ്റേബിലിറ്റി ഉള്ള ഡ്രോണാണ്. അത്യാവശ്യം നമുക്ക് നല്ല സ്റ്റേബിലിറ്റി ഒക്കെ വരുന്നൊരു ഡ്രോണാണ് കേട്ടോ. നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ളതാണ്. നല്ല മെറ്റീരിയൽ വെച്ചാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഗൈസ് 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട്. ഇത് തറയിൽ വിരാൻ പാടില്ല, നമ്മളെ കയ്യിൽ നിന്ന് തറയിൽ വിരാൻ പാടില്ല, നമ്മൾ പറത്തിക്കൊണ്ട് തലയിടാൻ പാടില്ല, വെള്ളത്തിലും വരാൻ പാടില്ല. അപ്പോഴൊക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുമെന്നാണ്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ഡ്രോണാണ്. അത് ആ ഒരു കാര്യം മാത്രം ഡേഞ്ചർ ആയിട്ടുള്ളത്. ഒരു കാരണം വെച്ചാൽ ഇത് തറയിൽ വരാനും പാടില്ല, വെള്ളത്തിൽ വരാനും പാടില്ല. ഇത് മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ. ഞങ്ങൾ ഒരിക്കലും ഫ്ലൈ ചെയ്യായിരുന്നു കേട്ടോ. ഫ്ലൈ ചെയ്തായിരുന്നു, കാരണം ഞങ്ങൾക്കിത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു.
കൈക്കത്ത ഡ്രോൺ ആണ് കേട്ടോ ഇത്. നല്ല നമ്മളെ കൈയുടെ ഇത്ര ഉണ്ട് കേട്ടോ. പക്ഷെ അപ്പം വലുതാണ് കേട്ടോ. നമുക്ക് വെയിറ്റ്ലെസ് ആണ് കേട്ടോ. ഇത് വെയിറ്റ്ലെസ് ആണ്. വെയിറ്റ് ഇല്ല കേട്ടോ. അത്ര വെയിറ്റ് ഒന്നുമില്ല. ബാറ്ററി നമുക്ക് എന്തായാലും നമുക്കൊന്ന് ബാറ്ററി ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. ബാറ്ററി ഫിറ്റ് ചെയ്യണം, കാണിച്ചു തരാം. ഒരു മിനിറ്റ് ക്യാമറയ്ക്ക് ഞാൻ ഫോക്കസ് ചെയ്യട്ടെ. ഓക്കെ, സൂമിങ്. ഓക്കെ, അപ്പം ഈ വയറാണെങ്കിൽ ഇപ്പുറത്തും ഈ വയറാണെങ്കിൽ ഇപ്പുറത്തുമായിട്ടാണ്. അങ്ങനെ വേണം വരാം, അല്ലെങ്കിൽ ഡ്രോൺ ചരിഞ്ഞും മറിഞ്ഞും പോകും കേട്ടോ. എന്തായാലും കറക്റ്റാ കയറ്റി കൊടുക്കാം നമുക്ക് ക്യാമറയിലോട്ട്. ഓക്കെ, നമ്മൾ കയറ്റി ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് പ്ലഗ് ഒന്ന് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ സ്വിച്ച് കിട്ടൂല കേട്ടോ. തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കണ്ടോ റെഡും ബ്ലൂ കളർ ലൈറ്റ് ഇൻഡിക്കേറ്റ് ആവുന്നുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് റിമോട്ടിൽ ഒരു ഇത് ചെയ്താലേ ആവുള്ളൂ. ഇപ്പൊ നമ്മൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് പകരം ചരിച്ചു വെച്ച് ഓഫ് ആവും കേട്ടോ. അപ്പൊ ഇതിനകത്ത് AAA ബാറ്ററിയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന് മൂന്ന് AAA ബാറ്ററി വേണം. അപ്പൊ നമുക്കിത് അതിനകത്തോട്ട് ഇടണം. കാരണം നമ്മുടെ റിമോട്ടിനകത്തൊക്കെ ഇടുന്ന ചെറിയ ബാറ്ററിയാണ് കേട്ടോ. അപ്പൊ എല്ലാ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ബാറ്ററിയാണ്. നമുക്ക് ഈ ഒരു ബാറ്ററി നമ്മുടെ ഡ്രോണിന്റെ ബോക്സിനകത്ത് കൂടെ കിട്ടില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കടയിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് വാങ്ങണം. നമ്മൾ എക്സ്ട്രാ കടയിൽ നിന്ന് വാങ്ങിയാൽ പറ്റുകയുള്ളൂ. ഈ സ്ക്രൂ ഡ്രൈവർ നമ്മളതിലുള്ള ഇതിന്റെ ഇവിടെ കിട്ടിയതല്ല. അങ്ങനെ കിട്ടില്ല കേട്ടോ. ഇനി അത് ഓണാക്കി കാണിച്ചു തരാം. ഞാൻ സൂം ചെയ്യാം, പയ്യെ ചെറുതായിട്ട് സൂം ചെയ്യാം. ഓക്കെ, കണ്ടോ അപ്പൊ ഇത് ത്രോട്ടിൽ താഴെ വെക്കുക. ഇത് അപ്പം ഈ ഒരു സ്റ്റിക്ക് നമ്മുടെ ഡ്രോൺ ഓൺ ആക്കിയിട്ട് ചുമ്മാ പറത്തി അങ്ങോട്ട് പറക്കൂല. ഈ ഒരു സ്റ്റിക്ക് അപ്പ് ആൻഡ് ഡൗൺ ആക്കിയാലേ നമ്മുടെ ഡ്രോണും ഈ ഒരു റിമോട്ടുമായിട്ട് പെയർ ആവുള്ളൂ, അതായത് കണക്ട് ആവുള്ളൂ. ഞാനൊന്ന് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം നമുക്ക് ഇതൊന്ന് കൊടുക്കാം. നമ്മുടെ ഡ്രോണിൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പം ഈ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് കാണാം. അപ്പം നമുക്ക് ഇതാക്കാം. അത് കണ്ടുകൂടാ, ക്യാമറയ്ക്ക് കണ്ടുകൂടാ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഒന്നുകൂടി കാണിച്ചു നിങ്ങൾക്ക് ക്യാമറയ്ക്ക്. ഓക്കെ, ഇനി റിമോട്ട് കാണിച്ചു തരാം. ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് റിമോട്ട് ഓൺ ആക്കാം. കണ്ടോ? കണ്ടില്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്ലൈ ചെയ്തിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ Hx750 ഡ്രോൺ. അപ്പോൾ നമുക്കൊന്ന് ഫ്ലൈ ചെയ്യാം. ഓക്കെ, ലൈറ്റ് ബ്ലിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡ്രോൺ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പറത്താം. അപ്പോൾ ഇത് ഇങ്ങനെ ചരിച്ചൊക്കെ വെച്ചാണ്ടല്ലോ നമുക്ക് ക്ലിയർ കിട്ടില്ല കേട്ടോ പറത്താൻ. എനിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. എന്നെ നല്ല പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഇത് തുടക്കക്കാർക്കുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറത്താൻ പറ്റും. ഇത് ഫ്രണ്ട് കണ്ടോ, നല്ല അടിപൊളി ഡ്രോണാണ്, നല്ല സ്റ്റേബിലിറ്റി. ഇതിൻ്റെ സ്റ്റേബിലിറ്റി ഒന്ന് കാണിച്ചിട്ട് ചെറുതായിട്ട്. കണ്ടോ, നല്ല സ്റ്റേബിലിറ്റി ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ഇത് പൊങ്ങി പോയിട്ട് ഫ്ലിപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് നല്ല ശ്രദ്ധിക്കേണ്ടത്. തറ വരുന്നതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകും കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ഫ്ലിപ്പ് ചെയ്യും. കണ്ടോ നല്ല പൊളിയായിട്ട് ഫ്ലിപ്പ് ചെയ്ത്. അപ്പോൾ ഇനി എൻ്റെ ചേട്ടാ ഒന്ന് പറയാം. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ഫ്ലൈ ചെയ്യാം. നല്ലതായിട്ട് ഫ്ലൈ ചെയ്യും കേട്ടോ. ഗൈസ്, ഇത് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറത്താവും കേട്ടോ. നമുക്കൊന്ന് ഫ്ലൈ ചെയ്യാം. ഒന്നുകൂടി ഫ്ലിപ്പ് കാണിച്ചേ. കണ്ടോ? ഓ, അടിപൊളി മാസ്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഒന്ന് ഔട്ട്ഡോറിൽ കാണാം. ഒരു ഫ്ലിപ്പ് കൂടി അടി. ഇത് സൈഡ് ഫ്ലിപ്പ് ഞാൻ അടിക്കാം കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ. അപ്പോൾ സൈഡ് ഫ്ലിപ്പ് ഒന്ന് അടിച്ച് കാണിച്ചു തരും. കണ്ടോ? ഇനി അടുത്ത സൈഡ് കണ്ടോ? എന്തായാലും നമുക്ക് ഗൈസ്, അപ്പോൾ നമുക്കിനി ഒന്ന് ഔട്ട്ഡോറിൽ കാണാം. ഗൈസ്, വീഡിയോ അടിപൊളിയായിരുന്നല്ലേ? നല്ല സൂപ്പർ ഡ്രോൺ അല്ലേ? അപ്പം ഇതിന്റെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുവരെ പോയി വാങ്ങാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് ഇനി കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ എബിൻ ജയൻ സൈനിങ് ഔട്ട്.